സൂപ്പറാണ് കിസ്സടി സൂപ്പർ സീൻ. ഇതുപോലൊരു മലയാളം മൂവി ഇല്ല. ആൻഡ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഇൻ മലയാളം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. മലയാളത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് മോളിവുഡിൽ നിന്നും വരുന്ന മൂവീസ് ബുദ്ധിജീവി ചമഞ്ഞ് കണ്ടതൊന്നല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന ടൈപ്പ് തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത്. സൂപ്പറാണ് കിസ്സടി സൂപ്പർ സീന്, വേറെ ഒന്നും പറയാനില്ല. അതിൻ്റെ അകത്ത് പൊളി മാപ്പാ സിനിമയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടതാണ്, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. കൊള്ളാം, നല്ല സിനിമയാണ്, എല്ലാവർക്കും കാണാം, മസ്റ്റ് വാച്ച്. കൊള്ളാം കുഴപ്പമില്ല, ഫാമിലി മൂവിയാണ്. പിന്നെ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം, അത്ര ഇന്നില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. അടിപൊളി പടമാണ്, എല്ലാവരും കാണണം. എസ്പെഷ്യലി യൂത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പടമാണ്. ആൻഡ് ഇപ്പോഴത്തെ റിയാലിറ്റീസ് ഇൻ ഫ്യൂച്ചർ എന്താവുമെന്ന് നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് VFX വർക്ക് ഇസ് എക്സലൻറ്റ്. ഇതുപോലൊരു മലയാളം മൂവി ഇല്ല. ആൻഡ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഇൻ മലയാളം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അഭിനയൊക്കെ അടിപൊളിയാണ്, നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. എല്ലാവരും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. എന്താ പറയുക, മലയാളത്തിലെ ആദ്യത്തെ ഒരു മോക്യുമെൻ്ററി മൂവിയാണ് അത്. ഒരു അപ്പോക്കാലിപ്സോ കേരളമാണ് കാണിച്ചിരിക്കുന്നത്. ഫൺ എലമെൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ആർട്ടിസ്റ്റുകളെല്ലാം അതൊരു ലിമിറ്റഡ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ഡെഫിനറ്റ്ലി. ഇത് മലയാളത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് എറയിൽ മോളിവുഡിൽ നിന്നും വരുന്ന മൂവീസ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെരിമെൻ്റലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എറയിൽ ഇത് കണ്ടിരിക്കേണ്ട പടമാണ്. പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പടം. എന്നുവെച്ചാൽ മലയാളത്തിൽ ഈ സയൻസ് ഫിക്ഷൻ സിനിമകൾ അധികം വന്നിട്ടില്ലല്ലോ. ഇപ്പം വന്നതിൽ ഇതാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. VFX വർക്കും അതുപോലെ ആക്ടിങ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. 0 ലാഗാണ്, പക്ക എൻ്റർടൈനറാണ്. പിന്നെ 2050 നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ അത് അങ്ങനെ ബുദ്ധിജീവി ചമഞ്ഞ് കണ്ടതൊന്നല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന ടൈപ്പ് തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത്. മൊത്തത്തിൽ അടിപൊളിയാണ്, കിടിലം പെർഫോമൻസാണ്. അല്ലേ, അനാർക്കലി, ഗണേഷ് കുമാർ, അജു വർഗീസ്, ഗോകുൽ സുരേഷ് എല്ലാവരും കിടിലം പെർഫോമൻസാണ്. മസ്റ്റ് വാച്ചാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഒരു സയൻസ് ഫിക്ഷൻ പടമാണ്. പുതുമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും. നമ്മൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മളൊരു സിറ്റുവേഷൻസും ഇവിടുത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ VFX ആയാലും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, എന്നാലും പുതുമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടും. മേക്കിംഗ് സ്റ്റൈലും സ്റ്റോറി ടെല്ലിംഗ് എല്ലാം നന്നായിരുന്നു, എഡിറ്റിങ്ങും എല്ലാം കൊള്ളായിരുന്നു. ഒരു എൻ്റർടൈനാണ്, ഒരു ലാഗൊന്നുമില്ല, ഫുള്ള് നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. തിയേറ്റർ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. അനാർക്കലി മരിക്കാറായാലും അജു വർഗീസ് ആയാലും ഗണേഷ് കുമാർ സാർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു അടിപൊളിയായിട്ട് നല്ല കോമഡി ഇതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. കോമഡിയും കാര്യങ്ങളും എല്ലാം നൈസായിട്ടുണ്ട്, കിടിലായിരുന്നു. വിഷ്വൽസ് ആയിരുന്നു. ഇത്ര ബഡ്ജറ്റിൽ അവർ അടിപൊളിയായിട്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട്, പറയാനിരിക്കാൻ വയ്യ. നല്ല മേക്കിങ്. സ്കൈഫൈ ആണ്. എല്ലാ തരമൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ അവർ ചെയ്തു വെച്ചതിന് നല്ലൊരു ഔട്ട്പുട്ട് അവരെടുത്തിട്ടുണ്ട്. അവർ നൈസായിരുന്നു. എല്ലാം ചെയ്തവരെല്ലാം, കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ, അവരെല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്.